പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരരെ, ഇന്ന് അല്പസമയ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനമാണ്. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിനെ ചുറ്റും കളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. ദൈവ തിരുനാമത്തിന് മഹത്വം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട പരിശുദ്ധമായ തിരുവചനത്തിലൂടെ വളരെ ശക്തമായൊരു സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ആ മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ആ മനുഷ്യൻ ഒരു അത്തി വെച്ച് പിടിപ്പിച്ചു. അത്തി വെച്ച് പിടിപ്പിച്ചിട്ട് കൊല്ലം 3 സംവത്സരമായി എന്ന് ദൈവത്തിന് വചനം വെളിപ്പെടുത്തുകയാണ്. ഈ മനുഷ്യൻ അത്തിവൃക്ഷത്തിന് ചുവട്ടിലൂടെ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല. പണിക്കാരനോട് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ 3 സംവത്സരമായി ഇതിൻ്റെ ചുവട്ടിലൂടെ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല. ഇത് ഈ സ്ഥലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിനാണ്? വെട്ടിക്കളക. അത് തോട്ടക്കാരൻ കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. ഈ ഒരാണ്ടുകൂടി നിൽക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി ചുവട് കളച്ച് തടമെടുത്ത് വളമിട്ട് നോക്കാം, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ചിന്തനീയമായ സന്ദേശങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ സഭയാകുന്ന ഈ മുന്തിരിത്തോപ്പിൽ, ഈ ലോകമാകുന്ന മുന്തിരിത്തോപ്പിൽ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരും വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കേട്ടിരിക്കുന്ന വചനത്തിലെ അത്തിവൃക്ഷം എന്ന് പറയുന്നത് ഈ പ്രസംഗിക്കുന്ന ഈ അച്ഛനും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ അത്തിയെ വെച്ച് പിടിപ്പിച്ചതായ സമയത്ത് ഇത് വെച്ചതായ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഒറ്റയ്ക്കൊരാഗ്രഹമേ ഉണ്ടായുള്ളൂ. ഇത് വലുതാകുമ്പോൾ വിറക് കിട്ടണം, അതായിരുന്നില്ല. ഇതുകൊണ്ട് തീ കത്തിക്കണം, അതായിരുന്നില്ല. ഇതിൻ്റെ ഇല ചവറിനായിട്ട് തെങ്ങിൻ്റെ തോപ്പിൽ ഇടണം, അതായിരുന്നില്ല. ഈ വൃക്ഷത്തെ ഇവിടെ വെച്ച് പിടിപ്പിച്ചപ്പോൾ, ഈ മുന്തിരിത്തോട്ട നടുവിൽ ആക്കിയപ്പോൾ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ഫലം കായ്ക്കണം എന്നുള്ളതായിരുന്നു. ദൈവത്തിന് വചനം വെളിപ്പെടുത്തുകയാണ്, ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ അത്തിവൃക്ഷത്തിൻ്റെ ചുവട എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ്. ഈ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ദൈവത്തിന് വചനമാകുന്ന സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അത്തിവൃക്ഷം ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് കൊല്ലം 3 എന്ന് ദൈവത്തിന് വചനത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനാകുന്ന നിങ്ങളാകുന്ന അത്തിവൃക്ഷത്തെ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ ആക്കി വെച്ചിട്ട് നട്ടിട്ട് എത്ര കൊല്ലമായി എന്ന് അവനവൻ്റെ പ്രായം നോക്കി പരിശോധിക്കട്ടെ. എന്നെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്ത് ആക്കി വെച്ചപ്പോൾ, നട്ടപ്പോൾ തമ്പുരാന്റെ ഹൃദയത്തിനകത്തെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ഇവൾ എനിക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളതായിരുന്നു. എത്രയോ വട്ടം തമ്പുരാൻ നമ്മുടെ അടുക്കൽ ഫലം തിരിഞ്ഞ് കടന്നു വന്നു. ഒരു നന്മയെങ്കിലും ഒരു സന്തോഷമെങ്കിലും നമുക്ക് ദൈവമക്കളെ പ്രദർശിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ശാന്തമായി പരിശോധിക്കുവാൻ ഈ സമയം നാം വിനിയോഗിക്കണം. ഇതിൻ്റെ ഉടയവൻ തോട്ടക്കാരനോട് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഞാൻ 3 സംവത്സരമായി ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല. ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിന്? വെട്ടിക്കളക. അതിന് തോട്ടക്കാരനോട് കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. ഈ ഒരാണ്ടുകൂടി നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. എൻ്റെ ദൈവത്തിന് മഹത്വം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വചനമാകുന്ന ബൈബിൾ വെളിപ്പെടുത്തുകയാണ്, ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷങ്ങളൊക്കെയും വെട്ടി തീയിലിട്ട് കളയും. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ഇവിടെ ആക്കി വെച്ചത്.
നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ, പ്രായത്തിനിടയിൽ ദൈവം തമ്മിൽ എത്ര വട്ടം നമ്മുടെ അടുക്കലൂടെ ഫലത്തിനായിട്ട് കടന്നു വന്നു? നന്മകൾ പുറപ്പെടുവിക്കുവാൻ, ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ പലപ്പോഴും നമ്മെ വെട്ടിക്കളയേണ്ട സാഹചര്യങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. എത്രയോ അപകടത്തിൻ്റെ മുൾമുനയിലൂടെ നമ്മൾ കടന്നുപോയവരാണ്. എത്രയോ പേമാരിയും, എത്രയോ ഉരുളുപൊട്ടലുകളും, എത്രയോ പകർച്ചവ്യാധികളും, എത്രയോ ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയവരാണ്. ദൈവത്തിന് വേണമെങ്കിൽ അന്ന് നമ്മെ വെട്ടിക്കളയാമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യസ്ഥനാകുന്ന കർത്താവാകുന്ന യേശു തമ്പുരാൻ ഈ അനർത്ഥങ്ങളും അസ്വസ്ഥതകളും അപകടങ്ങളും അരാജകത്വങ്ങളും കടന്നു വന്നപ്പോൾ സർവശക്തന ദൈവത്തോട് ഇങ്ങനെ വെളിപ്പെടുത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവരുടെ മനസ്സിനകത്ത് ഒരു പ്രാവശ്യം കൂടി തടമെടുത്ത് ഈ വചനമാകുന്ന വളമിട്ട് നോക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, സർവശക്തനായ ദൈവം നമ്മെ ഇവിടെ ആക്കി വച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന് വേണ്ടി നന്മകളെ, ഫലങ്ങളെ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് നന്മയെ പ്രദാനം ചെയ്യാൻ കഴിയണമെങ്കിൽ, ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നേട്ടങ്ങൾ കൊണ്ടോ നന്മകൾ കൊണ്ടോ അതിന് സാധ്യമല്ല. ഒരു വ്യക്തിക്ക് ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നു എങ്കിൽ മാത്രമേ ദൈവത്തിന് വേണ്ടി നമുക്ക് ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് കടന്നു വന്ന തർസോസുകാരനാകുന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇതാ ദമസ്കോസിന് പടിവാതിൽക്കൽ വെച്ച് ദൈവത്തിൻ്റെ ശക്തമായ കൈകളാൽ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. അന്ധനെ പോലെ തപ്പിത്തടഞ്ഞുകൊണ്ട് ദമസ്കോസിന് പടിവാതിൽക്കൽ കടക്കുന്ന നിമിഷം ദമസ്കോസിലെ ആരാധന നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപുരുഷനാകുന്ന അനന്യാസ് കടന്നു വന്ന് ശൗലിനെ കൂട്ടിക്കൊണ്ട് ദമസ്കോസിലേക്ക് പോകുകയാണ്. അവിടെ കടന്നു എന്നതായി ശൗൽ പുറത്തേക്ക് വരുന്നു. ബൈബിൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പൗലോസായിട്ട് കടന്നു വരികയാണ്. ഈ ശൗൽ എന്തുകൊണ്ടാണ് പൗലോസായി രൂപാന്തരം പ്രാപിക്കാൻ കാരണമായി തീർന്നത്? ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുവാൻ പൗലോസിനെക്കൊണ്ട് എങ്ങനെ സാധിച്ചു? അതിന് പ്രേരകമായി തീർന്ന ഘടകമെന്ന് പറയുന്നത് ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിനകത്തേക്ക് ജീവനുള്ള ദൈവത്തിന് മാറ്റമില്ലാത്ത പരിശുദ്ധിയാത്മാവ് കടന്നു വന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത്യവൃക്ഷമാകുന്ന എന്നിലേക്ക്, നിങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് കടന്നു വരുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിന് വേണ്ടി ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന പരമാർത്ഥം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലൂക്കോസ് 11:9 ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിങ്ങൾക്കായി തുറക്കും. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് വേണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരണം ആവശ്യമാണെങ്കിൽ ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു വ്യക്തി എന്തിനെയാണ് യാചിക്കേണ്ടത്? ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവിനെ യാചിക്കണം. അതിന് താഴ്ഭാഗത്ത് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുന്ന ഏവർക്കും എത്രയോ അധികമായി അവിടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാതിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അഭിഷേകവും കൃപയും നൽവരങ്ങളും നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ദൈവത്തോട് യാചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് വ്യക്തികൾക്ക് ദൈവത്തിന് വേണ്ടി ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം ഏതു ഫലമാണ് ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോസ്തലനാകുന്ന പൗലോസ്ലീഹ ഗലാത്യർക്കുടെ ലേഖനം 5:22 ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിൻ്റെ ഫലത്തിൽ ദൈവത്തിന് വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 കൂട്ടം ആത്മാവിൻ്റെ ഫലമാണ് ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ്ലീഹ വിവക്ഷിച്ച് ഉദ്ദേശിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 9 കൂട്ടം ഫലങ്ങളും ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു അത്തിവൃക്ഷത്തിൽ നിന്ന് പുറപ്പെടേണ്ട ഫലങ്ങളാകുന്നു എന്ന് ദൈവത്തിന് വചനം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ ഈ 9 കൂട്ടം ഫലങ്ങളിൽ ആദ്യം നിൽക്കുന്ന ഫലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, സ്നേഹമാണ്.
സ്നേഹത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. സ്നേഹത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. 1 കൊരിന്ത്യർ 13 അധ്യായം അതിന് 4 തിരുവചനങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനപരമായ 15 പ്രത്യേകതകൾ. അതിലൊന്നാമത്തെ പ്രത്യേകതയായി ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്നേഹം ദീർഘക്ഷമ കാണിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്നേഹം ദീർഘക്ഷമ കാണിക്കുമെന്നുള്ളതാണ്. എന്താണ് ദീർഘക്ഷമയെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാൻ കഴിയുന്നത്? ഞാൻ വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദീർഘക്ഷമ കാണിച്ചതായി തിരുലിഖിതം ബോധ്യപ്പെടുത്തുകയാണ്. യൗസേപ്പിന്റെ ചരിത്രമാണ് ദൈവാത്മാവ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പഠിപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. തൻ്റെ അപ്പനാകുന്ന യാക്കോബ് ഇതാ മകനാകുന്ന യൗസേപ്പിനെ അധികം സ്നേഹിച്ചത് കൊണ്ട് യൗസേപ്പിന്റെ സഹോദരന്മാർക്ക് യൗസേപ്പിനോട് അസൂയ തോന്നിയെന്ന് ദൈവത്തിന് വചനം വെളിപ്പെടുത്തുകയാണ്. യൗസേപ്പിന്റെ സഹോദരന്മാർ യൗസേപ്പിനെതിരായിട്ടൊരു ഗൂഢാലോചന നടത്തുകയാണ്. ഈ സമയത്ത് എന്തായിരുന്നു ഗൂഢാലോചന? യൗസേപ്പിനെ ഒരു പൊട്ടക്കിണറിനകത്തിട്ട് നശിപ്പിച്ച് കളയാം, എന്നിട്ട് യൗസേപ്പിന്റെ ഉടുവസ്ത്രമെടുത്ത് ഒരു മൃഗത്തെ കൊന്ന് അതിന് രക്തമെടുത്ത് യൗസേപ്പിന്റെ ഉടുതുണിക്കകത്ത് പുരട്ടി അപ്പന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെളിപ്പെടുത്താം, അപ്പാ നീ സ്നേഹിക്കുന്ന നിന്റെ പ്രിയങ്കര മകനാകുന്ന യൗസേപ്പിനെ ഒരു മൃഗം കടിച്ചു കീറി ഈ കോലമാക്കി. എന്നാൽ അങ്ങനെ തീരുമാനമെടുത്ത് യൗസേപ്പ് എന്ന് പറയുന്ന തന്റെ സഹോദരനെ പൊട്ടക്കിണറ തള്ളിയിടുമ്പോൾ ഇതാ മിഥ്യാന കച്ചവടക്കാർ അതുവഴി കടന്നു വരികയാണ്. എന്താണ് അപ്പോൾ സംഭവിക്കപ്പെടുവാനിടയായി തീർന്നത്? ഒരുവൻ ഇങ്ങനെ വെളിപ്പെടുത്തി, ഇവനെ ഈ പൊട്ടക്കിണറകം നശിപ്പിച്ച് കളയേണ്ട, ഈ കച്ചവടക്കാർക്ക് വിറ്റ് ഉള്ള കാശ് വാങ്ങാം. യൗസേപ്പിനെ പൊക്കിയെടുത്ത് മിഥ്യാന കച്ചവടക്കാർക്ക് വിൽക്കുന്നു. കച്ചവടക്കാർ യൗസേപ്പിനെ ഇത് അടിമച്ചന്തയിലേക്ക് നയിക്കുകയാണ്. അടിമച്ചന്തയ്ക്കകത്ത് കടന്നു ചെന്ന ഈ യൗസേപ്പിനെ ലേലം വിളിച്ചു. ലേലത്തിനകത്ത് ഫറവോൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അകമ്പടി നായകനാകുന്ന പൊത്തിഫേർ ലേലത്തിൽ യൗസേപ്പിനെ ഉൾക്കൊള്ളാനിടയായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സഹോദരിമാരെ, യൗസേപ്പിനെ പൊത്തിഫേറിന്റെ കുടുംബത്തിനകത്താക്കി വച്ചിരിക്കുകയാണ്. ആകാര സൗഷ്ടമുള്ള കോമള രൂപമുള്ള മനോഹര നേത്രങ്ങളുള്ളതായ യൗസേപ്പ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനിൽ പൊത്തിഫേറിന്റെ ഭാര്യ ആകൃഷ്ടയാകാനിടയായി തീർന്നു. ഈ സ്ത്രീ പൊത്തിഫേറിന്റെ ഭാര്യ യൗസേപ്പിൽ ഇതാ പ്രിയപ്പെട്ടവരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപ യൗസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നു. യൗസേപ്പ് പ്രലോഭനങ്ങളെ തട്ടിമാറ്റി കടന്നു പോകുകയാണ്. എന്നാൽ ഒരു ദിവസം ഈ പൊത്തിഫേറിന്റെ ഭാര്യ യൗസേപ്പിനെ കുടുക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത്, പ്രലോഭനങ്ങൾ വശീകരിക്കാൻ ശ്രമിക്കുന്ന നിമിഷങ്ങളിൽ യൗസേപ്പ് കുതിറിമാറി ഓടുമ്പോൾ ഈ പൊത്തിഫേറിന്റെ ഭാര്യ യൗസേപ്പിന്റെ ഉടുവസ്ത്രത്തിൽ കയറി പിടിച്ചു. യൗസേപ്പ് ആ വസ്ത്രം അഴിച്ചിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടപ്പോൾ ഇത് യൗസേപ്പ് രക്ഷപ്പെട്ടെന്ന് ബോധ്യമായപ്പോൾ ഈ സ്ത്രീ ചെയ്ത പരിപാടി, യൗസേപ്പിന് ഉടുവസ്ത്രവുമായി നിന്ന് ഒരു പ്രഖ്യാപനം, എന്നെ നോക്കുവാൻ ഈ കുടുംബത്തിൽ കൊണ്ടുവന്നാക്കി വച്ചതായ യൗസേപ്പിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഹാസ്യവിഷയമാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ തെളിവാണ് ഈ ഉടുവസ്ത്രം. അല്പസമയത്തിനുള്ളിൽ യൗസേപ്പിന് കിട്ടിയത് കാരാഗ്രഹമായിരുന്നു. കാരാഗ്രഹത്തിനകത്ത് യൗസേപ്പ് കടക്കുമ്പോഴും തന്നെ കാരാഗ്രഹത്തിനകത്ത് അടച്ച ഈ സ്ത്രീയോട്, തന്നെ അടിമച്ചന്തയ്ക്കകത്ത് വിറ്റ തൻ്റെ സഹോദരന്മാരോട്, തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ തൻ്റെ ആത്മമിത്രങ്ങളോട് യൗസേപ്പ് നിരുപാധികം ക്ഷമയോദിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരാഗ്രഹത്തിനകത്ത് കടക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, പൊട്ടക്കടനകത്ത് കടക്കുമ്പോഴും അടിമച്ചന്തയ്ക്കകം നിൽക്കുമ്പോഴും ആരോടും ഇതാ വിദ്വേഷം ജീവിതത്തിനകത്തില്ല. ഉപദ്രവിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു യൗസേപ്പിനെ നമ്മൾ ഈ വചനഭാഗത്ത് ബോധ്യപ്പെടുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, തന്നെ ഉപദ്രവിച്ച ആളുകളോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് യൗസേപ്പ് നിലകൊള്ളുമ്പോൾ ദൈവം യൗസേപ്പിന് മകനെ കൊടുത്തു. ഒന്നാമത്തെ മകന്റെ പേര് മനസ്സെ എന്നായിരുന്നു. മനസ്സെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറവി എന്നാണ്. യൗസേപ്പിനോട് തൻ്റെ സഹോദരങ്ങളും സ്നേഹിതന്മാരും ചെയ്തതെല്ലാം യൗസേപ്പ് മറന്നു കഴിഞ്ഞപ്പോൾ ദൈവം രണ്ടാമത് യൗസേപ്പിന് മകനെ കൊടുത്തു. അവൻ്റെ പേരാണ് എഫ്രീം. എന്താണ് എഫ്രീമിൻ്റെ അർത്ഥം? കൃപ എന്നാണ്. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സഹോദരിമാരെ, നിന്നെ ഉപദ്രവിച്ചതെല്ലാം മറക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് കൃപ തരുന്ന ഒരു ദൈവമുണ്ട്.
ഈ പ്രസംഗത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ദീർഘക്ഷമ കാണിക്കാനായിട്ട് കഴിയത്തുള്ളൂ. യൗസേപ്പിനകത്ത് അന്തർലീനമായ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തിയായിരുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത അത് ദയ കാണിക്കുന്ന സ്നേഹമായിരിക്കും. ഇവിടെ വചനത്തിലൂടെ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 10-30 തിരുവചനം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് കടന്നു പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാനിടയായി തീർന്നു. കള്ളന്മാർ ഈ മനുഷ്യനെ അർത്ഥപ്രാണനാക്കി അപഹരിച്ച് വഴിയിൽ തള്ളി കടന്നു പോകുമ്പോൾ അതുവഴി 3 വ്യക്തിജീവിതങ്ങൾ കടന്നു വരികയാണ്. 1 ഒരു പുരോഹിതൻ, 2 ഒരു ലേവ്യൻ, 3-ഒരു ശമരിയാക്കാരൻ. ശമരിയാക്കാരും യഹൂദന്മാരും തമ്മിൽ കണ്ടാമിണ്ടാത്ത ബദ്ധവൈരികളും ശത്രുക്കളുമാണ്. ഈ ശമരിയാക്കാരൻ ഇതാ വഴിയോരം വഴി കടന്നു വരുന്ന സമയത്ത് തൻ്റെ ശത്രുവാണ് മുറിവേറ്റ് കിടക്കുന്നത്. ശമരിയാക്കാരൻ എന്തു ചെയ്തു? മുറിവേറ്റ് കിടക്കുന്ന ശത്രുവിനെ പൊക്കിയെടുത്ത് വഴിയമ്പലത്തിൽ ആശുപത്രി സത്രത്തിനകത്ത് കൊണ്ടുവന്നു. അവൻ ആവശ്യമായ ഏർപ്പാടുകൾ മുഴുവൻ ചെയ്ത് അവൻ മടങ്ങിപ്പോയതായി ദൈവത്തിന് വചനം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന സ്നേഹത്തിന്റെ പ്രത്യേകത ശത്രുവിന് എവിടെയെങ്കിലും വെച്ച് സ്നേഹിക്കാൻ അവസരം കിട്ടിയാൽ അവിടെ വെച്ച് സ്നേഹിക്കുമെന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4 തരം സ്നേഹങ്ങളെക്കുറിച്ചാണ് സമൂഹം പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്നേഹമെന്ന് പറയുന്നത് മൃഗീയ സ്വഭാവം. എന്താ മൃഗീയ സ്വഭാവത്തിന്റെ പ്രത്യേകത? തിന്മ ചെയ്യുന്നവർക്ക് തിന്മ ചെയ്യുക. രണ്ടാമത്തെ സ്വഭാവത്തിന്റെ പ്രത്യേകത പൈശാചിക സ്വഭാവം. നന്മ ചെയ്യുന്ന ആളുകൾക്ക് തിന്മ ചെയ്യുക. മൂന്നാമത്തെ സ്വഭാവത്തിന്റെ പ്രത്യേകത നന്മയുടെ സ്വഭാവം. നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യുക. 4-മത്തെ സ്വഭാവം എന്ന് പറയുന്നത് അത് ദൈവീക സ്വഭാവമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ മാത്രമേ ദൈവീക സ്വഭാവം പ്രദർശിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ശമരിയാക്കാരൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നതായ സ്വഭാവം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമായിരുന്നു. തൻ്റെ ശത്രുവിനെ കാണാനുള്ള, ശത്രുവിൻ്റെ അടുക്കൽ ചെല്ലാനുള്ള, ശത്രുവിനെ കോരിയെടുക്കാനുള്ള, ശത്രുവിനെ സത്രത്തിനകത്താക്കാനുള്ളതായ മനോഭാവം ശമരിയാക്കാരിൽ കടന്നു വന്നതിൻ്റെ കാരണം ശമരിയാക്കാരൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ഈ പ്രസംഗത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ദീർഘക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഉപദ്രവിച്ച് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നില്ല, വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമയം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവമേ, എന്നെ ഇവിടെ ആക്കി വെച്ചതിന് ആത്യന്തിക ലക്ഷ്യം അങ്ങേക്ക് വേണ്ടി ഫലങ്ങളെ കായ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. ആ സ്നേഹമൊന്ന് പങ്കിടുവാൻ, ആ ദീർഘക്ഷമ നിലകൊള്ളുവാൻ എന്നെക്കൊണ്ട് ഇത്രയായിട്ടും കഴിഞ്ഞിട്ടില്ല. അങ്ങേ തൃക്കൈകളിലേക്ക് ഈ സമയം ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. 3-മത് വചനമാകുന്ന ബൈബിൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തിയിൽ കടന്നു വന്നാൽ ഉണ്ടാകുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത വെളിപ്പെടുത്തുകയാണ്. അത് സ്പർദ്ധിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13-4 വചനം ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അത് പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്: അസൂയപ്പെടത്തില്ല എന്നാണ് അതിൻ്റെ പച്ചമലയാളം. ബൈബിളിലേക്ക് നാം കടക്കുമ്പോൾ 1 ശമൂവേൽ 18-7-8 തിരുവെഴുത്തിലൂടെ ഇങ്ങനെയാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പെൺകുട്ടികൾ തെരുവിൽ നിന്നുകൊണ്ട് ഒരു നൃത്തരംഗം അവതരിപ്പിക്കുകയാണ്. അതിന് ഗാനം ഇങ്ങനെയായിരുന്നു: ശൗൽ 1000-ത്തെ കൊന്നു, ദാവീദ് 10,000-ത്തെ കൊന്നു. ഇതിന് ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ ദാവീദിന്റെ ഈസായുടെ ഇളയ മകനാകുന്ന ദാവീദ് അപ്പൻ കൊടുത്തുവിട്ട ഭക്ഷണ സാധനങ്ങളുമായിട്ട് തൻ്റെ സഹോദരന്മാരെ ജോലി നോക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. രാജാവായിരിക്കുന്ന ശൗലിന്റെ പട്ടാളത്തിലെ ജോലിക്കാരാണ് ദാവീദിന്റെ സഹോദരങ്ങൾ. ഈ സഹോദരൻ അടുക്കിലേക്ക് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വരുമ്പോൾ, ബാലകൻ കടന്നു വരുമ്പോൾ തൻ്റെ ജ്യേഷ്ഠന്മാർക്കുള്ളതായ ഭക്ഷണമായിട്ട് അവൻ കടന്നു വരികയാണ്. അവൻ കടന്നു വന്ന സമയത്ത് ജ്യേഷ്ഠന്മാർ അടുക്കൽ കുശലാന്വേഷണത്തിനായിട്ട് കടന്നു വരുമ്പോൾ കണ്ടതായ ചിത്രം, കേട്ടതായ വാക്കെന്ന് പറയുന്നത് ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്ന ഒരു മല്ലനായ മനുഷ്യന്റെ ശബ്ദം. ആരാണ് ഈ മല്ലൻ?
ബൈബിൾ രേഖപ്പെടുത്തുന്നു, അവൻ്റെ പേരാണ് ഗോലിയാത്ത്. 6 അടി നീളമുള്ള അതികായനായ ഒരു മനുഷ്യൻ ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ചിട്ട് വെളിപ്പെടുത്തുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ പറയുന്ന പോലെ, ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ എന്നോട് കളിപ്പാൻ, കടന്നു വരീനിടാ. ദാവീദ് പ്രിയപ്പെട്ടവരെ ഈ പട്ടാളക്കാരെ വകഞ്ഞു മാറ്റി ആ ശബ്ദം ശ്രദ്ധിച്ചു. അപ്പോൾ ദൈവത്തിന് ജനത്തെയാണ് നിന്ദിക്കുന്നത് എന്ന് ഈ ബാലകനാകുന്ന ദാവീദിന് മനസ്സിലായി. ഞാൻ ചുരുക്കി പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദാവീദ് ഒരാട്ടിടയനായിരുന്നു. അവൻ കടന്നു പോകുന്ന സമയത്ത് എപ്പോഴും അവൻ്റെ കൈവശം ഒരു കവണ, ഒരു തെറ്റാലി ഉണ്ടായിരുന്നു. തൻ്റെ ഇടയ സഞ്ചിക്കകത്ത് ഈ തെറ്റാലി മനോഹരമായിട്ട് ക്രമീകരിച്ച് വെച്ചിരുന്നു. ആ തെറ്റാലി അവൻ കവണ കയ്യിലെടുത്തു. തോട്ടിലേക്ക് ഇറങ്ങി 4-5 മിനുസമുള്ള കല്ലെടുത്ത് ഈ ഇടയ സഞ്ചിക്കകത്തിട്ട് ഈ കവണയ്ക്കകത്ത് അവൻ വെച്ച്, പ്രിയപ്പെട്ടവരെ, ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനായ മനുഷ്യ നേരെ എഴുതാൻ തുടങ്ങുമ്പോൾ ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന അതികായൻ ഒരു ചോദ്യം ചോദിച്ചു, നീ വടിയും പത്തിലുമായിട്ട് കടന്നു വരുവാൻ ഞാൻ എന്നാ നായാണോ? ഈ പരിഹാസത്തിന് വാക്ക് കേട്ടപ്പോൾ ദാവീദ് അവിടെ നിന്നുകൊണ്ട് വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, നീ നിന്ദിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നു. എൻ്റെ ദൈവത്തിനകത്തുണ്ടാകട്ടെ. ആ ഭാഗം ഒത്തിരി ചിന്തനീയമായിട്ടുള്ളതാണ്. വെളിപ്പെടുത്തുവാൻ ഈ സമയം വിനിയോഗിക്കാതെ ഒരു വാക്ക് കൂടി ചേർത്ത് വെളിപ്പെടുത്തട്ടെ. ഈ ഭാഗം നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം. ഈ സംഭവത്തോടുകൂടി എൻ്റെ ദൈവം ആരാണെന്ന് ഇന്ന് ഇസ്രായേൽ മുഴുവൻ അറിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തെ നേരിടാൻ വേണ്ടി കടന്നു ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തോടുകൂടി ദാവീദ് ആരാണെന്ന് ഇസ്രായേൽ മുഴുവൻ അറിയുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാമല്ലൻ അവിടെ വീഴുകയില്ലായിരുന്നു. ആ പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. ഈ സംഭവത്തോടുകൂടി, ഇതോടുകൂടി എൻ്റെ ദൈവമാരാണെന്ന് ഇന്ന് ഇസ്രായേൽ മുഴുവനും അറിയും. ദാവീദ് കവണയ്ക്കകത്ത് കല്ല് വെച്ചിട്ട് ഫെലിസ്ത്യ മല്ലനാകുന്ന ഗോലിയാത്തിന് നേരെ ഏറ്റുമ്പോൾ ആ കല്ല് കടന്നിയെന്ന് ഗോലിയാത്തിന് നെറ്റിത്തടത്തിന്മേൽ കടന്നിയെന്നു. കഴുത്ത് ഞെരിച്ചിട്ട കോഴിയെപ്പോലെ ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാമല്ലൻ നിലത്തടിച്ച് വീഴുമ്പോൾ ഒറ്റക്കുതിപ്പിന് കടന്നിയെന്ന് ദാവീദ് ആ ഗോലിയാത്തിന്റെ അരയിൽ കിടക്കുന്ന വാളെടുത്ത് ഗോലിയാത്തിന്റെ കഴുത്തറത്ത് മുടിക്കുത്തിന് കയറി പിടിച്ചു പൊക്കുന്ന സമയത്ത് ഇസ്രായേൽ പെമ്പിളാർ ഇവിടെ നിന്നുകൊണ്ട് പാട്ടുപാടി. അതിങ്ങനെയായിരുന്നു, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന്. പ്രിയപ്പെട്ടവരെ, ദാവീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ തെരുവീതിക്കകത്ത് പെൺകുട്ടികൾ നൃത്തം വെക്കുന്ന ചിത്രം കണ്ടപ്പോൾ ഈ പാട്ടിന്റെ അലയടി കടന്നു എന്നത് സിംഹാസനത്തിനകത്തിരിക്കുന്ന രാജാവാകുന്ന ശൗലിന്റെ കാതുകളിലായിരുന്നു. ശൗൽ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് തീരുമാനമെടുത്തു, ഇവൻ ആരാണെങ്കിലും ശരി, ഇനി ജീവിക്കാൻ പാടില്ല, അവനെ വകവരുത്തണം. ദാവീദിനെ കൊല്ലുവാൻ ശൗൽ രാജാവ് എന്തുകൊണ്ട് തീരുമാനമെടുത്തു? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. ശൗലിന് ദാവീദിനെ കൊല്ലാൻ കാരണമായി തീർന്നത്, വകവരുത്താൻ തീരുമാനമെടുക്കാൻ കാരണമായി തീർന്നത് ശൗലിന്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്ന അസൂയയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അസൂയ ഒരുവന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നാൽ അവൻ കൊലപാതകയായിട്ട് മാറും. മറ്റുള്ള ആളുകളുടെ ഉയർച്ചയിൽ സന്തോഷിപ്പാൻ കഴിയുന്നൊരു ജീവിത സാഹചര്യം, പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ ആ വ്യക്തി ഒരിക്കലും മറ്റുള്ള ആളുകളുടെ ഉയർച്ചയിൽ അസൂയ കാണിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. അയൽപക്കത്തെ വീട്ടുകാർ വീട് പണിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ്, ഇരിക്കപ്പുറതിയില്ല. ഏതെങ്കിലും പാവപ്പെട്ട മിടുക്കികളാകുന്ന പെൺകുട്ടികൾക്ക് നല്ല കല്യാണം കടന്നു വരികയാണെങ്കിൽ വെരുകിനെ പിടിച്ച് കൂട്ടിനകത്തിട്ടതുപോലെ നമ്മൾ ഓടുകയാണ്. മുറിക്കകത്ത് കയറുന്നു, പുറത്തിറങ്ങുന്നു, ബാത്റൂമിൽ കയറുന്നു, പെരക്കിയൊറ്റിനും ഓടുകയാ. എന്താ കാരണം? നല്ല കല്യാണം വരികയാണ്, അതുകൊണ്ട് നമുക്ക് സ്വസ്ഥതയില്ല. ഇതിൻ്റെ പേരാണ് അസൂയ. എത്രയോ കല്യാണങ്ങൾ നമ്മൾ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ മുടക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ കുഞ്ഞുങ്ങൾക്ക് റിസൾട്ട് കടന്നു വന്നപ്പോൾ നല്ല മാർക്കോടെ പാസ്സായപ്പോൾ നമ്മൾ എത്രയോ അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം പ്രേരകമായി തീരുന്നത് അസൂയയാണ്. ഇന്ന് പകൽക്കാലം ഈ സമയത്ത് ഈ ദൈവത്തിന്റെ വചനം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മറ്റുള്ള ആളുകളുടെ ഉയർച്ചയിൽ, നന്മയിൽ സന്തോഷിപ്പാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരണം. ശൗൽ രാജാവ് ദാവീദിനെതിരെ പ്രിയപ്പെട്ടവരെ അസൂയപ്പെടുവാൻ കാരണം ശൗലിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായില്ല. ഈ വാക്കുകൾ താങ്കൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളൊന്ന് ക്രമീകരിക്കാം. മറ്റുള്ള ആളുകളെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന മനോഭാവം പ്രവണതയാണ് എങ്കിൽ നമുക്ക് നമ്മെ തന്നെ തിരുത്താം. ആരും നന്മ കണ്ടാലും അംഗീകരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പരസ്യം ഇങ്ങനെ കേൾക്കാനായിട്ട് ഇടയായി തീർന്നു.
പരസ്യം മറ്റൊന്നുമായിരുന്നില്ല, രാധേ അതിമനോഹരമായിരിക്കുന്നു. ഈ വാക്ക് കേട്ടുകൊണ്ട് ഭാര്യ ഓടിച്ചെന്ന് ഭർത്താവിനോട് ചോദിക്കുകയാണ്, ചേട്ടായി എന്നെക്കുറിച്ചാണോ ചിന്തിച്ചത്? എന്നെക്കുറിച്ചാണോ പറഞ്ഞത്? ഭർത്താവ് പറഞ്ഞു, നിന്നെക്കുറിച്ചല്ല, നിന്റെ പാചകത്തെക്കുറിച്ച്. ഒരു വലിയ സത്യം ഞാൻ അതിൽ നിന്ന് ബോധ്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഭാര്യ ഒരു നല്ല കറി വെച്ചപ്പോൾ അത് നല്ലതാണെന്ന് പറയാൻ മനസ്സ് കാണിച്ച ഒരു ഭർത്താവിനെയാണ് ആ പരസ്യത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാക്കുകൾ താങ്കൾ കേൾക്കുമ്പോൾ ആരിൽ നന്മ കണ്ടാലും അത് അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. മറിച്ച് അസൂയപ്പെടുന്നുവെങ്കിൽ അത്, പ്രിയപ്പെട്ടവരെ, അത് പൈശാചിക ശക്തിയുടെ പ്രതിഫലനമാണെന്ന് താങ്കൾ തിരിച്ചറിയണം. നമുക്കൊരു പുതിയ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിലനിന്നുകൊണ്ട് ഒരു സ്തുത്യർഹമായ സാക്ഷ്യമുള്ള ജീവൻ നയിക്കുവാൻ നമ്മെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, മറ്റുള്ള ആളുകളെ ഉയർച്ചയിൽ, മറ്റുള്ള ആളുകളുടെ നന്മയിൽ സന്തോഷിപ്പാൻ പാകത്തിന് ഒരു നല്ല ഹൃദയത്തിൻ്റെ, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാക്കി എന്നെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്കൾ പരാജിതനാണെങ്കിൽ താങ്കളെ സഹായിക്കാൻ നിത്യസഹായകനാകുന്ന 24 മണിക്കൂറും 360 ദിവസവും ഓരോ സെക്കൻഡിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴുണ്ട്. യാചിപ്പിൻ, എന്നാൽ നിങ്ങളെ കിട്ടും. ദൈവം നമ്മോട് ആക്കി വച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന് വേണ്ടി ഫലങ്ങളെ കായ്ക്കുക എന്നുള്ളതാണ്. സമയം വൈകിപ്പോയി എങ്കിൽ പരിതപിക്കേണ്ട. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാസുദിനം. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ, ഒരു നല്ല പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിയായി രൂപാന്തരം പ്രാപിക്കുവാൻ നമുക്ക് നമ്മെ ദൈവകൈകളിൽ സമർപ്പിക്കാം. ഇന്നലെ നീ എവിടെയായിരുന്നു എന്നതിന് പ്രസക്തിയില്ല. ഈ സമയം മുതൽ പുതിയ തീരുമാനത്തോടെ, പുതിയ കാൽവെപ്പോടെ, പുതിയ ചുവടുവെപ്പോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറഞ്ഞു നിന്നുകൊണ്ട് ജയകരമായ മൂല്യമുള്ള ഒരു നല്ല ജീവൻ നയിച്ച് മിശിഹായുടെ മകനും മകളുമായി തീരുവാൻ ഈ വചന സന്ദേശം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ സമയം ഞാൻ ആരാണെന്ന്, എന്നെ എന്തിനു വേണ്ടി ഇവിടെ സൃഷ്ടിച്ചു എന്ന്, നിർമ്മിച്ചു എന്ന്, ഉണ്ടാക്കിയെന്ന് അവിടുത്തെ തിരുവിടത്തിലൂടെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയല്ലോ. ദൈവമേ, എന്നെ ഈ ഭൂമിയിൽ, ഈ നാട്ടിൽ, ഈ ദേശത്തെ ആക്കി വെച്ചതിന് ആത്യന്തിക ലക്ഷ്യം ദൈവമേ അത് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടല്ല, അത് മണ്ടരിയടച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, അത് ഇലയില്ലാതെ കായില്ലാതെ ഫലമില്ലാത്തൊരു വൃക്ഷം പോലെ ആയിത്തീരാൻ വേണ്ടിയിട്ടല്ല, ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ തിരഞ്ഞെടുത്തത്. ഇത്രയും കാലമായിട്ട് ഒരു നന്മയും എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ഈ ലോക ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തികഞ്ഞ പരാജിതനാണ്. ദൈവമേ, അങ്ങേ കൈകളിലേക്ക് ഈ സമയം ഞാൻ എൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. ഇന്നു മുതൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന, അവിടത്തേക്ക് വേണ്ടി ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് മനുഷ്യനായി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് കടന്നു വരണമേ. എൻ്റെ ബലഹീനതകളെ, എൻ്റെ കുറവുകളെ നിറവുകളാക്കി രൂപാന്തരപ്പെടുത്തി എന്നോട് കൂടെ ഇരുന്ന് എനിക്കത് വഴികാട്ടിയായിരിക്കണമേ. ദൈവ കൈകളിലേക്ക് ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ പ്രസംഗത്തിലെ സന്ദേശം വഴിയായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നവീകരിക്കട്ടെ. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സമയം എന്നെ കേൾപ്പിച്ച മഹോത്തര ദൂതനായി ഞാൻ നന്ദി പറയുകയാണ്. ഒരു വലിയ തീരുമാനം, ഒരു വലിയ സമർപ്പണം, ഒരു വലിയ അഭിഷേകം ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് ജയകരമായി ജീവിക്കുവാൻ സഹായിക്കണമേ. ഈ തീരുമാനത്തോടെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ പിരിയാത്ത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. സകലത്തെ മേൽപ്പിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.